ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പ ഓർമ്മയായി. 88 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. ഇന്ന് ഇന്ത്യൻ സമയം രാവിലെ 11 മണിയോടുകൂടിയാണ് മാർപ്പാപ്പയുടെ അന്ത്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. ചില നാളുകളായി ന്യൂമോണിയ ബാധിച്ച് ആശുപത്രിയിലായിരിക്കുകയും പിന്നീട് സൗഖ്യമായി തന്റെ ഔദ്യോഗിക കൃത്യങ്ങളിലേക്ക് ഏർപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ ഈസ്റ്റർ കൂടെ കഴിഞ്ഞു അദ്ദേഹത്തിന്റെ ജീവിതം പൂർത്തീകരിക്കപ്പെടുവാൻ. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്ന് ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട പോപ്പ് എന്ന സവിശേഷതയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. 1936 ഡിസംബർ 17 അർജന്റീനയിലെ ബ്യൂണസ് ഐറിസിൽ ഒരു റെയിൽവേ തൊഴിലാളിയുടെ മകനായി അദ്ദേഹം ജനിച്ചു. ഇറ്റലിയിൽ നിന്ന് അർജന്റീനയിലേക്ക് കുടിയേറിയ ഒരു ഇടത്തരം കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. 22-ാമത്തെ വയസ്സിൽ അണുബാധയെ തുടർന്ന് അദ്ദേഹത്തിന്റെ ശ്വാസകോശങ്ങളിൽ ഒന്ന് നീക്കം ചെയ്യേണ്ടതായി വന്നു. 32-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഒരു വൈദികനായി മാറ്റപ്പെടുന്നത്. 2001 പോപ്പ് ജോൺ പോൾ II അദ്ദേഹത്തെ കർദിനാളായി വാഴിച്ചു. സാധാരണ മാർപ്പാപ്പമാരുടെ ആർഭാടങ്ങളിൽ തൽപരനല്ലാതിരുന്ന അദ്ദേഹം ലളിതമായ ജീവിതം നയിക്കുവാൻ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ തന്നെ തന്റെ നിലപാടുകളിൽ അദ്ദേഹം കർക്കശക്കാരനായിരുന്നു. വ്യക്തമായി അത് പറയുന്നതിലും പലപ്പോഴും അദ്ദേഹം തയ്യാറായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ പലപ്പോഴും വിവാദങ്ങളായി മാറിയിട്ടുമുണ്ട്. ലോകമെങ്ങുമുള്ള പെന്തക്കോസ്ത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പോപ്പ് ഫ്രാൻസിസിനെ ഓർക്കുവാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. ചില നാളുകൾക്ക് മുൻപ് അദ്ദേഹം രോഗിയായി കിടന്ന സമയത്ത് ഞാൻ ഇത് സംബന്ധിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. നിങ്ങളിൽ പലരും അത് കണ്ടു കാണും. എങ്കിലും ഒന്നുകൂടെ ഞാനത് ഓർപ്പിക്കട്ടെ. ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു മാർപ്പാപ്പ ഒരു പെന്തക്കോസ്ത് സഭ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ അത് പോപ്പ് ഫ്രാൻസിസ് ആണ്. 2013 ബെനഡിക്ട് മാർപ്പാപ്പ സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. അതിനെ തുടർന്ന് അതിന്റെ പിറ്റേ വർഷം തന്നെ അദ്ദേഹം ഇറ്റലിയിലെ ഒരു പെന്തക്കോസ്ത് സഭ സന്ദർശിക്കുകയും കത്തോലിക്ക സഭ പെന്തക്കോസ്ത് സമൂഹത്തോട് ചെയ്തിട്ടുള്ള എല്ലാ തെറ്റുകൾക്കും അദ്ദേഹം മാപ്പപേക്ഷിക്കുകയും ചെയ്തു എന്നുള്ളത് ലോകമെങ്ങുമുള്ള പെന്തക്കോസ്ത് വിശ്വാസികൾക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയെ പ്രിയങ്കരനാക്കി മാറ്റി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഉപദേശപരമായി വിരുദ്ധ ധ്രുവങ്ങളിൽ നിൽക്കുന്ന 2 ക്രൈസ്തവ സഭാ പ്രസ്ഥാനങ്ങളാണ് കത്തോലിക്ക സഭയും പെന്തക്കോസ്ത് സഭകളും. പെന്തക്കോസ്ത് സഭകൾ കത്തോലിക്ക സഭയ്ക്ക് ശരിക്കും വെല്ലുവിളി ഉയർത്തുന്ന പല മേഖലകളുണ്ട്. പ്രധാനമായും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ കത്തോലിക്ക സഭ അതിശക്തമാണ്. ബഹുഭൂരിപക്ഷം ആളുകളും കത്തോലിക്ക സഭ വിശ്വാസികളാണ്. എന്നാൽ അതേ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ തന്നെയാണ് ഈ സമീപ കാലഘട്ടത്തിൽ പെന്തക്കോസ്ത് അതിശക്തമായി വളർച്ച പ്രാപിച്ചതും കോടിക്കണക്കിന് വിശ്വാസികൾ കത്തോലിക്ക സഭയിൽ നിന്ന് പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് നയിക്കപ്പെട്ടതും. അതുകൊണ്ട് തന്നെ കത്തോലിക്ക സഭയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്ന ഒരു പ്രസ്ഥാനമാണ് പെന്തക്കോസ്ത് സമൂഹം. പെന്തക്കോസ്ത് സമൂഹത്തെ ഒരു കൾട്ട് ഗ്രൂപ്പായിട്ട് മാത്രമാണ് കത്തോലിക്ക സഭ സമീപകാലം വരെ കരുതിയിരുന്നത്. എന്നാൽ ഫ്രാൻസിസ് മാർപ്പാപ്പ താൻ അധികാരമേറ്റ അതിന്റെ പിറ്റേ വർഷം തന്നെ ഒരു പെന്തക്കോസ്ത് സഭയിൽ സന്ദർശനം നടത്തുകയും അവരോട് ക്ഷമ പറയുകയും ചെയ്തു എന്നുള്ളത് അത്ഭുതാവഹമായ കാര്യമാണ്. ഇറ്റലിയിലെ തെക്കൻ നഗരമായ കസേട്ടയിലെ പെന്തക്കോസ്ത് സഭയായ ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് റീകൺസിലിയേഷനിൽ മാർപ്പാപ്പ സന്ദർശനം നടത്തുകയായിരുന്നു. വത്തിക്കാനിൽ നിന്ന് ഹെലികോപ്റ്ററിൽ കസേട്ടയിലേക്ക് യാത്ര ചെയ്ത അദ്ദേഹം ആ സഭയിലെത്തുകയും 350ഓളം വരുന്ന വിശ്വാസികളോട് അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു. അർജന്റീനയിലെ തന്റെ പഴയ സ്നേഹിതന്മാരിൽ ഒരാളായിരുന്ന പാസ്റ്റർ ജിയോവന്നി ട്രെറ്റിനോയാണ് ഈ പെന്തക്കോസ്ത് സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നത് എന്നതും അദ്ദേഹം ആ സഭ സന്ദർശിക്കുവാൻ ഒരു കാരണമായി മാറി. അങ്ങനെ ആ സഭയിലെത്തിയ അദ്ദേഹം വിശ്വാസികളുമായി ദീർഘനേരം സംസാരിക്കുകയും അവിടെ നടന്ന പൊതുചടങ്ങുകളിൽ പങ്കെടുക്കുകയും ട്രെറ്റിനോയുടെ കുടുംബവുമായി സ്വകാര്യ സംഭാഷണങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം അവിടെ സന്ദർശിച്ച കാര്യവും അവിടെ ക്ഷമാപണം നടത്തിയതും പെന്തക്കോസ്ത് സമൂഹത്തോടെ കത്തോലിക്ക സഭ ചെയ്തിട്ടുള്ള എല്ലാ ക്രൂരതകൾക്കും ക്ഷമായാചനം നടത്തിയതും ഔദ്യോഗികമായി തന്നെ വത്തിക്കാൻ റേഡിയോ വെളിപ്പെടുത്തുകയായിരുന്നു. ആ സഭയിലെ പ്രസംഗത്തിൽ അദ്ദേഹം ഇപ്രകാരമാണ് പറഞ്ഞത്: ഭ്രാന്തന്മാരെ പോലെ പെന്തക്കോസ്തുകാരെ പീഡിപ്പിക്കുകയും നശിപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തവരിൽ കത്തോലിക്കരും ഉണ്ടായിരുന്നു. ഞാൻ കത്തോലിക്ക സഭയുടെ ഇടയനാണ്.
പെന്തക്കോസ്തുകാരെ അറിയാത്തവരും പിശാചിനാൽ പ്രലോഭിക്കപ്പെട്ടവരുമായ കത്തോലിക്ക സഹോദരീ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. പോപ്പ് ഫ്രാൻസിസ് തന്റെ പ്രസംഗമധ്യേ പറഞ്ഞു. പോപ്പ് ഫ്രാൻസിസ് പിന്നീടും പെന്തക്കോസ്ത് സമൂഹവുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിട്ടുണ്ട്. പെന്തക്കോസ്ത് ടെലി ഇവാഞ്ചലിസ്റ്റുകളായ കെന്നത്ത് കോപ്ലൻഡ്, ജെയിംസ് റോബിൻസൺ എന്നിവരുമായി അദ്ദേഹം അടുത്ത സൗഹൃദ ബന്ധം പുലർത്തിയിരുന്നു. കെന്നത്ത് കോപ്ലൻഡ് സംഘടിപ്പിച്ച ഒരു സമ്മേളനത്തിന് വേണ്ടി ഒരു ആശംസാ വീഡിയോ സന്ദേശം വരെ അയച്ചു കൊടുക്കുന്നതിൽ മാർപ്പാപ്പ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളത് അറിയുമ്പോൾ അദ്ദേഹം അവരുമായി എത്രത്തോളം ഗാഢമായ ബന്ധമുണ്ടാക്കിയിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുവാൻ സാധിക്കും. ഏതായാലും ലോകമെങ്ങുമുള്ള പെന്തക്കോസ്ത് സമൂഹത്തിനും പോപ്പ് ഫ്രാൻസിസിന്റെ നിര്യാണം ദുഃഖമുളവാക്കുന്നു. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ എല്ലാ കത്തോലിക്ക സഭാ അംഗങ്ങളോടുമൊപ്പം ഞങ്ങളും ദുഃഖത്തിൽ പങ്കുചേരുന്നു.